ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം ഒരു നിമിഷം കൂടെ ആയുസ്സിനോടുകൂടെ കൂട്ടിത്തന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം വായിച്ചു കൊള്ളട്ടെ. സദൃശ്യവാക്യങ്ങൾ 22:6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു നിമിഷം നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. സ്വർഗീയ പരമപിതാവാകുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ പകൽക്കാലം അടിയങ്ങൾക്ക് ദാനമായി തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിയും ഞാൻ ഇവിടുന്ന് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യത്തോളം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും കർത്താവേ നിൻ്റെ ചിറകടിയിൽ സുരക്ഷിതരായിരിക്കാൻ തക്കവണ്ണം ദൈവീക ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരാൻ വണ്ണം ആമേൻ സ്തോത്രം പഠിപ്പിക്കേണ്ടതിനായിട്ട്, നടത്തേണ്ടതിനായിട്ട്, വചനത്തിൽ അധിഷ്ഠിതമാക്കി അവരെ ഉറപ്പിക്കേണ്ടതിനായിട്ട് ആവശ്യമായ കൃപയും ശക്തിയും അടിയങ്ങൾക്ക് തെരുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇവിടെ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അപ്പം നടക്കേണ്ടുന്ന വഴികളുണ്ട്, നടക്കരുതാത്ത വഴികളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ റോഡുകളൊക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ ടാർ ചെയ്ത് ഹല്ലേലൂയ ഒരു കുണ്ടും കുഴിയും ഒന്നും ഇല്ലാതിരിക്കുന്ന റോഡേ കൂടെ ഒക്കെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള റോഡുകളിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാകുന്ന ഒരു യാത്രയാണ്. അതുപോലെ തന്നെ ആമേൻ സ്തോത്രം ദൈവവചന പ്രകാരം ഹല്ലേലൂയ വചനം നമ്മളോട് സംസാരിക്കുന്നു. നടക്കേണ്ടുന്ന വഴികളും നടക്കരുതാത്ത വഴികളുമുണ്ട്. ആമേൻ സ്തോത്രം. 1-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പം എവിടൊക്കെ ഇരിക്കണം, എവിടൊക്കെ ഇരിക്കേണ്ട, ഹല്ലേലൂയ, ആരുടെ ആലോചന പ്രകാരം നടക്കണം, ആരുടെ ആലോചന പ്രകാരം നടക്കരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കുറേ കാര്യങ്ങൾ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. റീഖബാന ശന്തരാജലധുരകന ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് അഭ്യസിപ്പിക്കുവാനായിട്ട്. എന്തിനെക്കുറിച്ച്? വഴികൾ, നടക്കേണ്ടുന്ന വഴികളെക്കുറിച്ച് അഭ്യസിപ്പിക്കുവാനായിട്ട്. ഇപ്പം നമ്മളൊരു റോഡെ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ, റോഡ് ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഒരിടത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ പണികൾ നടക്കുന്നു. അവിടെ ടേക്ക് ഡീവിയേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഡീവിയേഷൻ എന്ന് പറയുന്ന ഭാഗം ചിലപ്പോൾ കുണ്ടുകളും കുഴികളും ഒക്കെ നിറഞ്ഞതായിരിക്കാം. അവൻ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഡ്രൈവർ കാണുന്നുണ്ടെങ്കിൽ അതിലെ കൂടെ ചിലപ്പോൾ ഒത്തിരി കുഴികളാണെങ്കിലും ചാടി കയറി പോകുവാനായിട്ട് എളുപ്പമായിരിക്കാം, അല്ലെങ്കിൽ അവിടെ വീതി കുറവായിരിക്കാം. എന്നാൽ ഒത്തിരി എക്സ്പെർട്ട് അല്ലാതെ വരുന്നവർക്ക് ഹല്ലേലൂയ അതിലെ കൂടെ പോകുവാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അവർ വീണ്ടും അവർക്ക് ചെല്ലേണ്ടുന്ന സ്ഥാനത്ത് ചെല്ലുവാനായിട്ടുള്ള വഴികൾ വേറെ ഉണ്ടോ എന്ന് ആരോടെങ്കിലും ആരാഞ്ഞറിഞ്ഞിട്ട് ആ നല്ല വഴിയെ കൂടെ പോയി ആ എത്തേണ്ട സ്ഥാനത്ത് എത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ വചനപ്രകാരം ഒരുപാട് വഴികളിൽ കൂടെ നടക്കരുത്, ഒരുപാട് സ്ഥലങ്ങളിൽ ഇരിക്കരുത്, നിൽക്കരുത്, കിടക്കരുത്, അവരോട് അനുരൂപപ്പെടരുത്. ഹല്ലേലൂയ. അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങൾ പഠിക്കരുത്, അവരോട് കൂടിക്കലർന്ന് ആമേൻ സ്തോത്രം വിവാഹത്തിൽ ഏർപ്പെടരുത്. ഇങ്ങനെ ആമേൻ സ്തോത്രം നമ്മുടെ ജീവനും ഹല്ലേലൂയ നമ്മുടെ ആരോഗ്യത്തിനും ഹല്ലേലൂയ അല്ലെങ്കിൽ നമ്മുടെ ഭാവി ൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതായിട്ടുള്ള ഒരുപാട് വചനഭാഗങ്ങൾ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. റീഖബാശരഗതവസ്തരാജലതുരക്കന അത് നമുക്ക് നിത്യജീവനെ പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ പരപ്പിൽ നമ്മൾ ആയുസ്സോടുകൂടെ ദീർഘായുസ്സോടുകൂടെ ഇരിക്കുന്നതിന് ആമേൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്നതായിട്ടുള്ള ആ കഷ്ടതയിൽ നിന്നൊക്കെ ഉള്ളൊരു വിടുതലിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ വചനം എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ ഒരു കൊച്ചു പൈതലിനെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ
ദൈവശാസ്ത്രപരമായിട്ട് ഹല്ലേലൂയ ഈ അഭ്യസനം തുടങ്ങേണ്ടത് അവരവരുടെ വീട്ടിലാണ്. മാതാവും പിതാവും വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ ഒക്കെ ചേർന്ന് ആമേൻ സ്തോത്രം പാടുകയും പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ വചനം വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു വാക്യം വെച്ച് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയും ഹല്ലേലൂയ അതിനകത്തുകൂടെ ആമേൻ സ്തോത്രം ഓരോന്നിൻ്റെയും നല്ലതും ചീത്തയുമായ വശങ്ങളെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ ചെറിയ പ്രായത്തിൽ മുതലേ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അത് സ്പഷ്ടമായി കിടക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് ഭവനത്തിൽ ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ വചനം കേൾക്കുന്നത് വല്ലപ്പോഴും പള്ളികളിൽ സൺഡേ സ്കൂളിനൊക്കെ ഒന്ന് വന്നെങ്കിലായി. ഹല്ലേലൂയ. അത് എല്ലാ ആഴ്ചയിലും കറക്റ്റായിട്ട് വരുന്ന കുഞ്ഞുങ്ങളൊന്നും ഇല്ല. റീ ഖബാശ്വര ഗതപസ്ഥനാജലതുരക്കിന് ഒരാഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ 2 മാസത്തേക്ക് കുഞ്ഞുങ്ങളെ കാണത്തില്ല. രക്തത്താൽ ജയം ഹേലബാനശ്വര ഗതപസ്ഥര. ഒരു ടീച്ചർ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നേരത്തേക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്നതിനെക്കാട്ടിൽ കൂടുതൽ അവരുടെ ഭവനത്തിനുള്ളവരാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. റീഖബാശ്വര ഗതപസ്ഥര. അപ്പോൾ ഭവനത്തിൽ നിന്ന് ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി വെളിയിലോട്ട് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഒരു കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയാകത്തില്ല. റഖബിയനശ്വര ഗതപസ്ഥര. ഒത്തിരി പേരൊക്കെ പറയും നമ്മുടെ പള്ളികളിലൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ സൺഡേ സ്കൂളിനൊക്കെ വീട്ടിൽ പഠിപ്പിക്കുന്ന വേറെ ഏതാണ്ടൊക്കെ അങ്ങ് പഠിപ്പിക്കുവാന്നാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആമേൻ സ്തോത്രം സ്നേഹമാകുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്, മറ്റുള്ളവരെ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. തെറ്റുകളിലേക്ക് വഴുതാതെ നമ്മളെ തന്നെ എങ്ങനെയാണ് നമുക്ക് കാക്കുവാനായിട്ട് സാധിക്കുന്നത്? റീഖബശ്വര ഗതപസ്ഥര. മറ്റുള്ളവരുടെ അനുകമ്പയുള്ളവരായിട്ട് മറ്റുള്ളവരെ സഹായിക്കുകയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശത്രുവിനോട് ആമേൻ ഹല്ലേലൂയ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. റീഖബശ്വര ഗതപസ്ഥര. അപ്പം ചെറിയ പ്രായത്തിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ഹൃദയത്തിനകത്തേക്ക് കടക്കുവാനും അതവരെ ഹൃദിസ്ഥമാക്കുവാനുമായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചെങ്കിൽ മാത്രമേ, അവന് ആവശ്യമായിട്ടുള്ള ടീച്ചിങ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആമേൻ സ്തോത്രം നമുക്ക് മുൻപിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ലീ ഖബാശ്വര ഗതപസ്ഥര. അപ്പം നടക്കേണ്ടുന്ന വഴിയുണ്ട്, നടക്കരുതാത്ത വഴികളുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴേ ചില വഴികളൊക്കെ വളരെ ഉല്ലാസപ്രദവും ആനന്ദപ്രദവുമായിട്ടൊക്കെ തോന്നും. പക്ഷെങ്കിൽ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരനുഭവമായിട്ട് തീരും. ഹല്ലേലൂയ. എന്നാൽ മറ്റു ചില വഴികൾ നമുക്ക് ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉള്ളതായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും അതിൻ്റെ അവസാനം നമുക്ക് ഒരു നിത്യസന്തോഷത്തിൻ്റെ അനുഭവം തരുന്ന ഒന്നായി തീരുമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. ആരഭ്യസിപ്പിക്കണം? ആ കുഞ്ഞുമായിട്ട് ഇടപെടുന്ന മാതാവുണ്ട്, പിതാവുണ്ട്, ഭവനത്തിലുള്ള മുതിർന്നവരുണ്ട്, അതുപോലെ അവൻ ചെന്നെത്തപ്പെടുന്ന ടീച്ചർമാരുടെ കൈകളിലേക്കാണ്. ഹെറഗി മനശ്വര ഗതവസ്ത്ര. അപ്പോൾ ഒരു കുഞ്ഞിനെ അവൻ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം അവനെ അഭ്യസിപ്പിക്കുന്നതായിട്ടുള്ള വ്യക്തി ജീവിതങ്ങൾ ആരാണോ അവൻ്റെ ഗുരുസ്ഥാനത്ത് വരുന്നത്, റേ കപശ്വരകരം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവരാണ് അവൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. നമ്മളൊക്കെ കുഞ്ഞിലെ ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ട് നമ്മളൊക്കെ വന്നിട്ട് ആമേൻ സ്തോത്രം ടീച്ചറും കുട്ടികളും ഒക്കെ കളിക്കുന്ന ഒരു പ്രായമുണ്ടായിരുന്നു. രക്തം ജയം എടുക്കട്ടെ. ഇന്നാണ് കുഞ്ഞുങ്ങൾ വന്നാൽ ഉടനെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ഗെയിം കളിക്കാനായിട്ട് കയറുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഹല്ലേലൂയ ഒരു ടീച്ചർ ആമേൻ സ്തോത്രം അവരുടെ ജീവിതത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങളെ കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. അവരോട് സ്നേഹത്തിൽ ഇടപെടുന്നത്, അവനൊരു വസ്ത്രധാരണ രീതി, ഹ്രീ ഗബി അനശ്വര ഗർവസ്ത്ര ഒരു ടീച്ചർ എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് പെരുമാറുന്നത്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇതൊക്കെയും കണ്ട് മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിനനുസരിച്ച് അവൻ്റെയും സ്വഭാവങ്ങളിൽ അവൻ വ്യത്യാസമുണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് വീട്ടിലും അങ്ങനെ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും. ഹേരബനശ്വരഗതപുസ്തരാതില. അപ്പം നടക്കേണ്ടുന്ന വഴി നമ്മൾ അഭ്യസിപ്പിക്കുവാനായിട്ട് ഒരു കുഞ്ഞിനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആമേൻ സ്തോത്രം ആ കുഞ്ഞിന് വേണ്ടുന്ന ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തി ആമേൻ സ്തോത്രം ആദ്യമേ തന്നെ പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമേ ആമേൻ സ്തോത്രം ആ കുഞ്ഞിനോട് നമുക്ക് ഇങ്ങനെയാണ് നടക്കേണ്ടത്, അങ്ങനെയാണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് നമുക്കറിയാം നമ്മുടെ ചർച്ചകളിലൊക്കെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ധരിപ്പിക്കുന്നതായിട്ടുള്ള ഡ്രസ്സുകളും ഒക്കെ ആമേൻ സ്തോത്രം നമ്മുടെ ആരാധനകൾക്കോ ഹറിബി അനശ്വര ഗതപസ്തനാദില തുരകന രീതികൾക്കോ ചേർന്നിട്ടുള്ള
ഒരു വസ്ത്രധാരണ രീതി അല്ല എന്ന് ഹാറിബി അനശ്വര ഗതവസ്ത്ര അത് ഇടിയിപ്പിച്ചു വിടുന്നതായിട്ടുള്ള മാതാപിതാക്കൾ മനസ്സിലാക്കണം. അല്ലാതെ സമയങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ ഞായറാഴ്ച ഒരു ദിവസം മാത്രമല്ലല്ലോ, ബാക്കി ആഴ്ചയിലുള്ള ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടിയിപ്പിക്കുക റീഖബശര. പക്ഷെ ദൈവസന്നിധി എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേറിട്ട ഒരനുഭവമാണ്. ആമേൻ സ്തോത്രം മോശയോട് ആ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുവാനൊക്കെ പറയുമ്പോഴേ കാലിലെ ചെരുപ്പ് വരെ ഊരിക്കള. അതായത് ആമേൻ സ്തോത്രം കർത്താവിൻ്റെ ആ വസിക്കുന്ന ഇടം അത്രമാത്രം വിശുദ്ധമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ പള്ളിയും ആമേൻ അതുപോലെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം നമ്മൾ ചന്തയെന്നല്ല ഇതിന് പറയുന്നത്, നമ്മളതിന് ദൈവാലയം എന്നാണ് പറയുന്നത്, ദൈവം വസിക്കുന്ന ഇടം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അതിന് പ്രത്യേകമായിട്ടൊരാലയമാക്കി ഒരിടമാക്കി അതിനെ നമ്മൾ കരുതുന്നു എങ്കിൽ ഹറി ബാനാശര ഗതവസ്ത്ര അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, വിധികളുണ്ട്. റിഖബശര ഗതവസ്ത്ര. ഒരു കുഞ്ഞിനെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ആമേൻ സ്തോത്രം അവന് മനസ്സിലാകത്തുള്ളൂ. അല്ല ഒരു കുഞ്ഞിന് എന്തറിയുവാനായിട്ട് സാധിക്കും? ആമേൻ ദൈവമുണ്ടെന്നും ആമേൻ ദൈവഭയത്തിൽ വളരണമെന്നും മറ്റുള്ളവരെ അനുസരിക്കണമെന്നും സ്നേഹമുള്ളവനായിട്ട് വളരണമെന്നും ആമേൻ സ്തോത്രം ഹേ റബനശ്വര ഗതമസ്തനാദലധുരഗന ഈ കൽപ്പനകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും ഒക്കെ ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ആ കുഞ്ഞ് അതിനനുസരിച്ച് വളരുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പേരൻസൊക്കെ എല്ലാം ജോലിയുള്ളവരാണ്, ഓരോരോ സമയത്തായിരിക്കും ഓരോരുത്തർ കയറി വരുന്നത്. പിന്നെ ആമേൻ സ്തോത്രം എൻ്റെ കുഞ്ഞ് ക്ലാസ്സുകളിൽ ആമേനെ ഫുൾ A+ വാങ്ങിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര പെർസെൻറ്റിൽ കൂടുതൽ വാങ്ങിക്കണം, ഹല്ലേലൂയ രക്തം ചെയ്യുമെടുക്കട്ടെ, ഈ ഒരു തോന്നലുമായിട്ട് അവർ ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേ ഹ്രിബിയ നസീദരക്കന അവൻ നമുക്ക് ഒഴിവാക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത് ഈ വിശുദ്ധ വചനം മാത്രമേ ഉള്ളൂ. ഇതിനെ അങ്ങ് ഒഴിവാക്കും, ബാക്കിയൊക്കെ കാര്യങ്ങൾ നടക്കണ്ടേ. രക്തം ജയമെടുക്കട്ടെ. അപ്പം അഭ്യസനത്തിന് ആമേൻ സ്തോത്രം അതിൻ്റെ ഇടയ്ക്ക് ഒരു തടസ്സം നേരിട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ ആ കുഞ്ഞിൻ്റെ രീതികളിൽ മേലും തടസ്സം നേരിടുവാനായിട്ട് തുടങ്ങി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു സമയത്ത് നമ്മുടെ ആലയത്തിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ആളുകൾ കടന്നു വരുമായിരുന്നു. ആമേൻ സ്തോത്രം ദൈവികമായിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരനുഭവം നമുക്ക് ദേവാലയങ്ങളിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾ കുറഞ്ഞു, ആളുകൾ കുറഞ്ഞു, ദേവാലയത്തിനകത്ത് ദൈവമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ അതിനെ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. റഖബിയനശ്വരഗതവസ്ത്ര ആമേൻ സ്തോത്ര. നല്ല വഴികളുടെയും ചീത്ത വഴികളുടെയും വ്യത്യാസം ഇന്നതാണെന്ന് ഒരു കുഞ്ഞിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഹല്ലേലൂയ അവന് തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ആ സൗകര്യം കൂടെ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. മോനെ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും, ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും. രക്തം ജയമെടുക്കട്ടെ. റിഖബശര ഗതവസ്തനാദലധുരകന. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമായതുകൊണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരെ നമ്മൾ വളർത്തേണ്ടുന്ന രീതിയിൽ നമ്മൾ വളർത്തിയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആമേൻ ഇന്നത്തെ ലോകത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഹല്ലേലൂയ അതുപോലെയുള്ള മറ്റ് പല പ്രവർത്തന മേഖലകളിൽ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. പോകരുതെന്ന് പറയുന്ന ഇടത്ത് അവർ 50 പ്രാവശ്യം പോകും. ഹല്ലേലൂയ രക്തം ജയമെടുക്കട്ടെ. റീഖബാശര ഗതവസ്തനാദലധുരകന. ഹല്ലേലൂയ. കൂട്ടുകൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും വെള്ളത്തിൽ ഇറങ്ങല്ലേ, അവിടെ ചാടരുത്, ഇവിടെ ചാടരുത്. ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ വരച്ച വര പോലൊക്കെ ആമേൻ അവരെ മാറ്റിക്കൊണ്ടു പോകുന്നത് ആമേൻ ഈ കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് കഴിയുമ്പോൾ അവരുടെ ആ ചിന്താഗതിയിലുണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു വ്യത്യാസമാണ്. എന്നാൽ നമ്മൾ വളർത്തി ആമേൻ അഭ്യസിപ്പിച്ചു കൊണ്ടുവരുന്ന അഭ്യാസത്തിനകത്ത് മോനെ നല്ലതും ചീത്തയും നിനക്ക് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കഴിവ് നിനക്കുണ്ട്. ആമേൻ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഇറങ്ങരുതെന്ന് പറയുന്ന സ്ഥലമാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ പോകരുതെന്ന് പറയുന്ന ഒരിടമായിട്ട് അവിടെ എന്തെങ്കിലും സൈൻ ബോർഡോ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ നീ അങ്ങനെ പോകരുതേ, നീ ഒരു വാഹനം ഓടിക്കുമ്പോൾ ഇത്രമാത്രം സ്പീഡിലേ പോകാവൂ. ചിലരുടെ വിചാരം ഓവർ സ്പീഡിൽ പോകുന്നതാണ് ഏറ്റവും വലിയ ഡ്രൈവിംഗ് എന്നാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഹീ റിബന ശന്തരാജ
ജലധുരകന. ആമേൻ സ്തോത്രം. ഒരാൾ 30 വർഷം 50 വർഷം 60 വർഷം ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പെറ്റി പോലും അടിക്കാതെ, ഒരു ആക്സിഡന്റ് പോലും ഉണ്ടാക്കാതെ, റീ കബാശര ഗതവസ്തരാജലധുരകന ദഹർസ്ഥീനശത്തരാജലധുരകന വളരെ ക്ലീനായിട്ട് താൻ വണ്ടി ഓടിച്ച കാലം വരെയും ആ വാഹനം ഓടിക്കുന്നതിനാണ് ഏറ്റവും നല്ല ഡ്രൈവർ എന്ന് പറയുന്നത്. റീ കബാശര ഗതവസ്തര. അല്ലാതെ ഇന്നത്തെ യൗവനക്കാർ ചെയ്യുന്നത് പോലൊക്കെ മറ്റുള്ളവൻ്റെ മുൻപിൽ കയറുക, സൈഡ് തന്നില്ലെങ്കിൽ ഉടനെ അടിക്കുക. റീകബിയ നശ്വര ഗതവസ്തരാജലധുരകന. ഹാലലൂയ. ആമേൻ സ്തോത്രം. ഇങ്ങനെ ചെയ്യരുതാത്ത മാർഗങ്ങളിൽ കൂടെയുള്ള ആ ഒരു പോക്ക് ഹർബിയന. അപ്പം ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ടത് ഹർബിയന സീതരകന. ആമൻ തൻ്റെ മാതാവും പിതാവും പറഞ്ഞത്, അല്ലെങ്കിൽ തൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞത്, ആമൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ അവർ പറഞ്ഞു തന്ന വാക്കുകളെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതെൻ്റെ നന്മയ്ക്കായിട്ടാണല്ലോ പറഞ്ഞത്. രക്തം ജയമെടുക്കട്ടെ. നമ്മുടെ ഈ റോഡുകളിലൊക്കെ എന്തുമാത്രം ആക്സിഡൻറ്റുകളാണ് നടക്കുന്നത്. ആമേൻ സ്തോത്രം. ഓരോ ദിവസവും ഇത് കൂടുന്നതല്ലാതെ ഒരു ശതമാനം പോലും ഇത് താഴുന്നില്ല. ഹല്ലേലൂയ. ഇത് താഴാത്തതിൻ്റെ കാരണം ആമേൻ സ്തോത്രം ഹല്ലേലൂയ. റേ ബനശ്വര. ഈ വേണ്ടാത്ത വഴിയെ കൂടെ ഹല്ലേലൂയ. ഇടത്തൂടെ പോകുന്നവൻ ഇടത്തൂടെ പോകട്ടെ. അവൻ്റെ ഉള്ളിലേക്ക് മദ്യമോ മയക്കുമരുന്നോ കയറി കഴിഞ്ഞാൽ ഇടത്തൂടെ പോകുന്നവൻ ഇവിടെ കൂടെ പോകും, വലത്തൂടെ പോകും. അപ്പോൾ വേണ്ടാത്ത വഴികളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നടക്കേണ്ടുന്ന വഴിയിൽ, ഓടേണ്ടുന്ന വഴിയിൽ കൂടെ അല്ല ഇപ്പോൾ ഓടുന്നത്. ട്രാക്ക് തെറ്റി ഓടുകയാണ്. അപ്പം ട്രാക്ക് തെറ്റി ഓടാതിരിക്കാനായിട്ട് ഒരു കുഞ്ഞിനിടയാകണമെന്നുണ്ടെങ്കിൽ അവനെ അഭ്യസിപ്പിക്കുന്നതായിട്ടുള്ള അവനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള സംഗതി ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ വേണം പറഞ്ഞു കൊടുക്കുവാനായിട്ട്. ഇത് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികൾ കറകളഞ്ഞവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ റബനശ്വര ഗതവസ്തരാജലധുരകന് ഇങ്ങനെയുള്ള വഴികൾ ഉപദേശിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഒരുപാട് പേര് ഘോരം പ്രസംഗിക്കുന്നവർ കാണും. ഹല്ലേലൂയ. ഒരുപാട് പേര് ആമേൻ സ്തോത്രം മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നവർ കാണും. ഹേലബാനശ്വര ഗതവസ്തരാജലധുരകന. ഹല്ലേലൂയ. നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കൊടുത്ത് ഒത്തിരി പേരെയൊക്കെ അറിയാം. രക്തം ജയമെടുക്കട്ടെ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അവരുടെയും ജീവിതത്തിൽ ആമേൻ സ്തോത്രം അവർ മോട്ടിവേഷൻ കൊടുത്തു. പക്ഷേ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാതെ ആമേൻ സ്തോത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞ് ജീവിക്കുന്നതായിട്ടുള്ള വ്യക്തി ജീവിതങ്ങളും ഒക്കെ ഉണ്ട്. രക്തം ജയമെടുക്കട്ടെ. എന്നാൽ ആമേൻ റേഖബ ഒരുവൻ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ആമേൻ ക്രിസ്തുവിനെ ആമേൻ തൻ്റെ ഗുരുവായിട്ട് ആമേൻ കണ്ടു കഴിഞ്ഞാൽ, റഖബനശ്വര ഗതവസ്ത്ര, ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്ന വ്യക്തിക്ക് മാത്രമേ ആമേൻ ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ അഭ്യസിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ റീ ഖബശ്വര ഗതവസ്തരാജലധുരകന. ആ കുഞ്ഞിനെ പഠിപ്പിക്കാനിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമത്രേ. ഞാൻ ശരിയാണോ ഈ കുഞ്ഞിനെ ഇത് പറഞ്ഞു കൊടുക്കുവാനായിട്ട്? ആമേൻ സ്തോത്രം. ഈ കുഞ്ഞിൻ്റെ മുൻപിൽ നിൽക്കുവാനായിട്ട് എന്നിലുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? റഖബി അനശ്വര ഗതവസ്തര. എൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ മുൻപിൽ അഹർബി അനശ്വര ഗതവസ്തരാജല ആമേൻ ക്ലിയർ ആയിട്ടുള്ള ഒന്നാണോ? രക്തം ജയമെടുക്കട്ടെ. റഖബനശ്വര ഗതവസ്തരാജലധുരകന. ഹല്ലേലൂയ. ദൈവ പൈതലെ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഹറബാന ധരകന ഒരു പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് വന്ന് വായിച്ച് കേൾപ്പിച്ച് പറഞ്ഞിട്ട് പോകുന്നതല്ല. ആമേൻ സ്തോത്രം. നമ്മൾ സ്വയമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നിന്ന് ഹറിബിയന നമ്മളെ തന്നെ ഒന്ന് വ്യത്യാസപ്പെടുത്തി, നമ്മളെ തന്നെ ഒന്ന് പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റി ആ കുഞ്ഞിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന് മനസ്സിലാക്കും, ഹല്ലേലൂയ, എൻ്റെ പപ്പായെ പോലെ എനിക്കായിത്തീരണം, എൻ്റെ മമ്മിയെ പോലെ എനിക്കായിത്തീരണം, എൻ്റെ ടീച്ചറിനെ പോലെ എനിക്കായിത്തീരണം. ഹേലബനശ്വര ഗതവസ്തരാജലധുരകന. ആമേൻ സ്തോത്രം. അപ്പം നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കാതെ ഒരു കുഞ്ഞിനെ പഠിപ്പിക്കുക എന്നുള്ളതിനോടൊപ്പം തന്നെ അത് പഠിപ്പിക്കാനിരിക്കുന്നവരും റേബനശ്വര ഗതവസ്തരാജലധുരകന ആമേൻ ഒന്ന് മാറി മറിയേണ്ടത് ആവശ്യമത്രേ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു കുഞ്ഞിനെ ചെറുപ്പകാലത്ത് പഠിപ്പിക്കുന്നതാണ്. ഞാനൊക്കെ VBS പഠിച്ച
കാര്യങ്ങൾ ഹല്ലേലൂയ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പഠിപ്പിച്ച പാട്ടുകളൊക്കെയും ആമേൻ സ്തോത്രം പഠിപ്പിച്ചവരെയും ഒക്കെ ഇന്നും അതുപോലെ ഓർക്കുന്നു. അന്ന് വലിയ ചാട്ടമോ ഓട്ടമോ മേളമോ ഒന്നുമില്ല. ആമേൻ സ്തോത്രം അന്നത്തെ കാലത്ത് ഒരു 10-40 അല്ലെന്നുണ്ടെങ്കിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ വരുമ്പോഴത്തേക്ക് ഹല്ലേലൂയ രക്തം വളരെ സാവകാശമുള്ള ആമേൻ സ്തോത്രം പാട്ടുകളാണ്. നിലത്ത് നിന്നുള്ള പാട്ടുകളും നിലത്ത് നിന്നുള്ള കൂത്തുകളും ഒക്കെ ഉള്ളൂ. രക്തം ജയമെടുക്കട്ടെ. ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഹല്ലേലൂയ ഇപ്പോഴത്തെ പിള്ളേരാ അപ്പോൾ ഇങ്ങനെ ഒക്കത്തില്ല, അങ്ങനെ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം ഹെറബിയനസീതരഹനഹസ്തരാജലധുരകന വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ്. ഹല്ലേലൂയ ദൈവവചനവുമായിട്ട് ഒരു കുഞ്ഞിൻ്റെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള മഹത്വം നമുക്ക് ആവശ്യമാണ്. രക്തം ജയമെടുക്കട്ടെ റഖബിയനശരഗതവസ്ര. അപ്പം അന്ന് പഠിപ്പിച്ച പാട്ടുകൾ ഇന്നും അതിൻ്റെ ആക്ഷൻ സഹിതം നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മറക്കാതെ നിൽക്കുമ്പോൾ ഇന്ന് പാടുന്നതായിട്ടുള്ളത് 1 പാടി 2 പാടി ഹല്ലേലൂയ തീർന്നു. അതെങ്ങനെയാണെന്ന് പോലും അറിയാൻ സാധിക്കാത്ത ഒരു നിലവാരത്തിലേക്ക് മാറിപ്പോയി. ഇതൊക്കെ വേറെ എന്തോ ഒരു ചന്തസ്ഥലത്ത് നടക്കുന്നതായിട്ടുള്ള ഒരു പ്രോഗ്രാം പോലൊക്കെ ഉള്ള ഒന്നായി നമ്മുടെ സൺഡേ സ്കൂളും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലേഖബിയൻ അക്ഷരഗതവസ്ത്ര ആമേൻ സ്തോത്രം നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കിയാൽ മനസ്സിലാക്കും. ഒരു കാലത്ത് നമ്മുടെ ക്രിസ്ത്യൻ പേരുകളൊന്നും ഹല്ലേലൂയ കുറ്റവാളികളുടേതോ അങ്ങനെയുള്ള രീതികൾക്കകത്തൊന്നും ഒരു ക്രിസ്ത്യൻ പേരുകളൊന്നും വരത്തില്ലായിരുന്നു. കാരണം ആമേൻ സ്തോത്രം വളരെ ദൈവത്തെ ഭയന്ന് മനുഷ്യനെ ഭയന്നും ഒക്കെ ഒരു ജീവിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് മാറിയിട്ട് ഇന്ന് ഇഷ്ടം പോലെ നമ്മുടേതായിട്ടുള്ള പേരുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. രക്തത്താൽ ചെയ്യാം ഹെറബേന ശരഗതവസ്ത്ര. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. അനേക തരത്തിലുള്ള വിവാഹ മോചനങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ആമേൻ സ്തോത്രം ഇത് കുറച്ച് അങ്ങോട്ട് 1-2 ആഴ്ച കഴിയുമ്പോൾ ഇതിനെ വേണ്ട വേറൊന്നിനെ മതി. ഉടനെ ആമേൻ സ്തോത്ര പേരൻസും തയ്യാറാണ് അതിനെ മതി. രണ്ടാമത്തേതായി കഴിയുമ്പോൾ വീണ്ടും പറയും ഹല്ലേലൂയ ഇതിനെ കൊള്ളത്തില്ല ഇനി അടുത്തതിനെ മതി. രക്തത്താൽ ജയം. ഇങ്ങനെ മാറി മാറി ആമേൻ തങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ നടക്കേണ്ടുന്ന വഴി നമ്മുടെ 2 വീടുകളിൽ നിന്ന് വരുന്നവരാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവർക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്. ഹല്ലേലൂയ ഈ സ്വഭാവം ആമേൻ കഴിവതും ഒന്നിച്ചു പോകുവാനായിട്ട് ശ്രമിക്കണം. ഹല്ലേലൂയ അല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച വേണം. ഒരാൾ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞ് മറ്റേ ആൾ ആത്മഹത്യ ചെയ്യാൻ പോകാൻ അല്ലെങ്കിൽ മറ്റവനെ തിരിച്ചു തല്ലാൻ അങ്ങൊന്നുമല്ല. ആമേൻ സ്തോത്രം ഇത് നമ്മുടെ ജീവിതമാണ്. അന്ത്യത്തോളം ഇങ്ങനെയാണ് പോകേണ്ടുന്നതെന്ന് ഒരു തലമുറയെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ഒരു ബന്ധങ്ങളും തകരുവാനായിട്ട് ഇടയാകത്തില്ല. അപ്പം നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. റഖബിയനശരഗതവസ്ത്ര. നമുക്ക് പല വഴികളാണ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. ഹല്ലേലൂയ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് ചെങ്ങന്നൂർ ടൗണിലോട്ട് ചെന്നു അല്ലെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം വേറെ ഏതെങ്കിലും ഒരു ടൗണിൽ ബസ് സ്റ്റാൻഡിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പല സ്ഥലങ്ങളിലോട്ടുള്ള ബസ് കിടക്കുന്നത്. ആമേൻ ഞാൻ പോകുന്നത് ആമേൻ ഇന്ന സ്ഥലത്തോട്ടെന്ന് പറഞ്ഞല്ല പോകുന്നത്. ഞാൻ പോകുന്ന പല സ്ഥലത്തോട്ട് ഏതെങ്കിലും കിട്ടുന്ന വണ്ടിക്ക് കയറുക. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലം എൻ്റെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് അവിടെ ചിലപ്പം കൊല്ലം കാണും, കോട്ടയം കാണും, കൊട്ടാരക്കര കാണും, തിരുവനന്തപുരം കാണും, ആമേൻ സ്തോത്രം പത്തനംതിട്ട കാണും. ഹല്ലേലൂയ രക്തത്താൽ ജയം. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ബുദ്ധിയിൽ എന്തു തോന്നുന്നു അതേലങ്ങ് കയറുക. എന്തിനാ പോകുന്നത്? രക്തം ജയമെടുക്കുക. ഇതിങ്ങനെയാണ് നമ്മുടെ വഴികൾ പോകുന്നത്. എന്തിനാ പോയെന്നറിയത്തില്ല. കുറേ നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ കരകയറാൻ പറ്റാത്തത്ര കുഴിക്കകത്തേക്ക് നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഒരു നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തിനകത്തൂടെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നു. നടക്കേണ്ടുന്ന വഴിയുണ്ട്, നടക്കരുതാത്ത വഴിയുണ്ട്. ഹല്ലേലൂയ നടക്കേണ്ടുന്ന വഴിയിൽ കൂടെ വേണം ഒരു ദൈവ പൈതൽ നടക്കുവാനായിട്ട്. രക്തത്താൽ ജയം. നീ ഞായറാഴ്ച രാവിലെ ദൈവാലയത്തിലേക്ക് പോകുവാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്? നീ ദൈവാലയത്തിനകത്തെ ചെന്ന് നിൽക്കാവൂ. നീ ചന്തയ്ക്കകത്ത് ചെന്ന് നിൽക്കരുത്. ഹല്ലേലൂയ അഭ്യസിപ്പിക്കുക എന്ന് പറയുന്നതിനകത്തൂടെ ആമേൻ മുതിർന്നവർക്ക് ആമേൻ ആ കുഞ്ഞിനെ പരിപാലിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ നിന്റെ വഴികളെ ക്രമീകരിച്ചുകൊണ്ട് ആമേൻ നീ നിന്റെ കുഞ്ഞിനെ വഴി പഠിപ്പിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീയും നന്നാകും, നിന്റെ കുഞ്ഞും നന്നാകുമെന്ന് ദൈവവചനം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അവൻ
വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആമേൻ സ്തോത്രം. പലരുടെയും ജീവിതത്തിനകത്ത് ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ ഇന്നും ആമേൻ ഹാലലിയ വളരെ ക്ലിയറായിട്ട് കണ്ണിന് മുൻപിലുണ്ട്. എന്നാൽ അതിന് കുറച്ച് കഴിഞ്ഞൊരു സ്റ്റേജിലോട്ട് നടന്നതൊന്നും അത്ര വലിയ ഓർമ്മ കാണത്തില്ല. വൃദ്ധനായാലും വിട്ടുമാറാത്ത ശീലങ്ങളെ നമ്മൾ കൊണ്ടു നടക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്തിൻ്റെ പേരിലായാലും ആമേൻ സ്തോത്രം. പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ നിന്ന് കഴിഞ്ഞാലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് വിള്ളൽ വരുത്താതെ ആമേൻ സ്തോത്രം ആ ബന്ധത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റഖബിയനശരഗതവസ്ത്ര. വൃദ്ധനായാലും വിട്ടുമാറാത്ത ഒരു സ്വഭാവത്തിന് നീ ഉടമയായി തീരണം. നല്ല സ്വഭാവത്തിനാണ് പറഞ്ഞത്, അഴുക്ക് സ്വഭാവത്തിനല്ല. വൃദ്ധനായാലും വിട്ടുമാറാത്ത സ്വഭാവം എന്ന് പറയുമ്പോൾ ദൈവികമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ആ ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കുന്നതനുസരിച്ച്, ദൈവത്തോടുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതനുസരിച്ച്, ദൈവവുമായിട്ടുള്ള കാഴ്ചപ്പാടിൽ വളരും തോറും ആമേൻ ആ ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ട് ഈ ദൈവത്തെ വിട്ടുമാറാതെ അന്ത്യം വരെയും നീ പോകണമെന്ന് ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതൽ പള്ളിയിൽ കൊണ്ടുവരണം. അവരോടി നടക്കുവാനായിട്ട് അനുവദിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ചെറിയ ചെറിയ ബാലശിക്ഷകൾ നമുക്ക് കൊടുക്കാം. കൊടുത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞു മരിച്ചു പോകുക അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞു ഇട്ടിട്ട് പോകുകയൊന്നുമല്ല. ഹല്ലേലൂയ. ആമേൻ. ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാം, യേശു അപ്പച്ചൻ ആമേൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമേൻ നിശബ്ദരായിട്ട് ശബ്ദമുണ്ടാക്കാതെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആമേൻ അത് കഴിയുമ്പോൾ ഒരു മുട്ടായി വാങ്ങിച്ചു തരാം, അല്ലെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം. രക്തം ജയമെടുക്കട്ടെ. റീ ഖബാശര ഗതവസ്തരാജലധുരകന. അതിൻ്റെ എന്തുമാത്രം ഭയഭക്തി ബഹുമാനത്തോടെ കൂടെ ആയിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കേണ്ടതെന്നുള്ളൊരു സത്യം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ. ദൈവ പൈതലേ, നമ്മുടെയൊക്കെയും കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുവാനായിട്ടിടയത്തിൽ അവരെ എത്ര ദുഷ്ടന്മാരുടെ മധ്യത്തിൽ ചെന്ന് താമസിച്ചാലും അങ്ങനെയുള്ള ഇടങ്ങളിൽ കാലുകുത്തേണ്ടി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹല്ലേലൂയ. റീ ഖബാശര ഗതവസ്തര ജലധുരകന. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ റീ ഖബാശര ഗതവസ്ത്ര അവർ ഏകരായിരിക്കുന്ന ഇടങ്ങളിൽ പോലും ആ ദൈവകരങ്ങളിൽ സുരക്ഷിതരായിരിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക. ഈ അഭ്യസിപ്പിക്കാനായിട്ടാണ് ഇന്ന് വലിയ പ്രയാസം. നമ്മൾ അഭ്യസിപ്പിക്കുന്ന അഭ്യസനമൊക്കെ ആമേൻ വേറെ രീതിയിലുള്ളതാണ്. ഹല്ലേലൂയ. വഴി മാറിപ്പോയി. രക്തത്താൽ ജയം ഹെരബനശര ഗതവസ്തരാജില. വഴി വിട്ട പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്തോ പറ്റിപ്പോകുന്നു? വഴി വിട്ടു പോകുന്നു. രക്തം ജയമെടുക്കട്ടെ. റഖബന. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടെ തലമുറകൾ മടങ്ങി വരേണ്ടത് നമ്മുടെ ആവശ്യമാകുകൊണ്ട് ആമേൻ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയോ റേ ഖബാശര ഗതവസ്തര ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ലാഖി നസി ദരഹന ദഗസ്തര. ഇനിയുള്ള തലമുറകളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു ജനമായി മാറിക്കൊണ്ട് ആമേൻ ദേശത്ത് ശാന്തതയും സ്വസ്ഥതയും അനുഭവിപ്പാൻ തക്കവണ്ണം ഭവനത്തിനകത്തുനിന്ന് കണ്ണുനീരുകളെ മാറ്റുന്ന നിലവാരത്തിൽ ആമേൻ സ്തോത്രം ഹേരബനെ നമ്മുടെ തലമുറകളായിത്തീരേണ്ടതിന് ആമേൻ നമുക്ക് ദൈവകരങ്ങളിൽ അവരെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അവർ നടക്കേണ്ടുന്ന വഴികൾ അവരെ അഭ്യസിപ്പിക്കുവാനും ആമേൻ ഹല്ലേലൂയ അന്ത്യത്തോളം ഹല്ലേലൂയ. മോനെ മോളെ ഹല്ലേലൂയ. എന്ത് പ്രശ്നം വന്നാലും നീ ദൈവത്തെ വിട്ടു മാറരുതെന്നുള്ളൊരു തീരുമാനത്തിൽ അവരെ ആക്കിക്കൊണ്ടുവരുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കുവാനായിട്ട് സാധിക്കുമോ? ലേഖഭാഷരഗതവസ്തുര. അവരെ അഭ്യസിപ്പിക്കുന്നവരായിട്ടുള്ള നമ്മളും ഈ ദിവസങ്ങളിലൊന്ന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിലൊരു പുതിയ സൃഷ്ടിയായി തീരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.